ബലാത്സംഗ കേസിൽ പ്രതിയായ കോൺഗ്രസ് എംഎൽഎ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിൽ പ്രതികരിച്ച് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ഒരാളുടെ കാര്യത്തിൽ ഉത്തരവാദിത്തമില്ലെന്ന് പറഞ്ഞ് മുരളീധരൻ കൈയൊഴിയുമ്പോഴും പറഞ്ഞ പ്രസ്താവനകൾ സമൂഹത്തിൽ ന്യായീകരിക്കാൻ കഴിയാത്തതാണെന്ന വിമർശനങ്ങളാണ് ഉയരുന്നത്. രാഹുലിനെ പാർട്ടിയിൽ നിന്ന് നേരത്തെ തന്നെ പുറത്താക്കിയതാണെന്നും പുറത്താക്കലെന്ന ബ്രഹ്മാസ്ത്രം കൃത്യസമയത്ത് തന്നെ പ്രയോഗിച്ചുവെന്നും വ്യക്തമാക്കി മുരളീധരൻ, ഒതേനൻ ചാടാത്ത മതിലുകളില്ല, അതിന് ഞങ്ങൾ എന്തു പിഴച്ചു എന്ന പരിഹാസ രൂപേണയുള്ള ചോദ്യത്തിലൂടെ രാഹുലിന്റെ വ്യക്തിപരമായ പ്രവർത്തികൾക്ക് പാർട്ടിക്ക് പങ്കില്ലെന്ന് പറയുന്നുണ്ട്. വടക്കൻ പാട്ടിലെ ഇതിഹാസ തുല്യനായ വീരനായകനായ തച്ചോളി ഒതേനനെയും ഇങ്ങനെ നാട് നീളെ നടന്ന് സ്ത്രീകളെ വഞ്ചിക്കുന്നു എന്ന് ആരോപിക്കപ്പെടുന്ന രാഹുൽ മാങ്കൂട്ടത്തിലുമായി കൂട്ടിയോജിപ്പിച്ചുള്ള പ്രസ്താവന സമൂഹ മാധ്യമങ്ങളിൽ വിവാദങ്ങൾക്ക് തിരികൊളുത്തി കഴിഞ്ഞു. കെ മുരളീധരന്റെ പ്രസ്താവനയ്ക്കെതിരെ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി സ്റ്റാഫ് അംഗങ്ങളിലെ PM മനോജിന്റെ പ്രതിഷേധ സൂചകമായ കുറിപ്പും അദ്ദേഹം തന്നെ ഫേസ്ബുക്കിലൂടെ അറിയിച്ചിട്ടുണ്ട്. 16-ാം നൂറ്റാണ്ടിൽ വടക്കൻ മലബാറിലെ കടത്തനാട് പ്രദേശത്താണ് തച്ചോളി ഒതേനൻ ജീവിച്ചിരുന്നത്. ധീരത, നീതിബോധം, അസാമാന്യ മെയ്വഴക്കം എന്നിവയ്ക്ക് പേരുകേട്ട ഒതേനനെ പെൺകുട്ടികളെ ഓടിച്ചിട്ട് ബലാത്സംഗം ചെയ്ത് ഗർഭിണികളാക്കി ക്രൂരമായി തള്ളിക്കളയുന്ന ഒരു ഹാബിച്വൽ റേപ്പിസ്റ്റ് എന്ന ആരോപണ വിധേയനായ ഒരാളുമായി ചേർത്ത് വെക്കുന്നത് എത്ര വലിയ നേതാവായാലും കൊടും പാതകമാണ് എന്നാണ് അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കിയത്. പോസ്റ്റിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പേർ രംഗത്തെത്തിയിട്ടുണ്ട്. അധികാരം തലയ്ക്ക് പിടിച്ച ഒരു UDF MLA അഹങ്കാരം സ്റ്റേറ്റിലെ സ്ത്രീകളുടെ സുരക്ഷയെ ബാധിക്കുന്ന നിലയിലേക്ക് വളർന്നു വലുതായതിന്റെ തെളിവ് സഹിതമുള്ള ഉദാഹരണങ്ങൾ നിറഞ്ഞതാണ് രാഹുൽ വിഷയമെന്നും പ്രതികരണം ഉയരുന്നുണ്ട്. നേതാവായി വളർന്നു വലുതാക്കാനും അധികാര സ്ഥാനങ്ങളിലേക്ക് എത്താനും ആദ്യം സഹായിച്ചത് കോൺഗ്രസ് പാർട്ടിയാണ്. തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച് MLA ആകാൻ പിന്നീട് സഹായിച്ചത് UDF പ്രസ്ഥാനവും. പല വഴിക്ക് വളർന്നു വലുതായി കൊടും ക്രിമിനൽ കുറ്റങ്ങൾ ആരോപിക്കപ്പെടുന്ന നേതാവായി സമൂഹത്തിൽ അവതരിച്ചപ്പോൾ രക്ഷിതാക്കളായ കോൺഗ്രസും UDFും പിതൃത്വത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് പതുക്കെ ഒഴിഞ്ഞു മാറുന്നത് ഈ സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയാത്തതാണെന്നും പോസ്റ്റിൽ പറയുന്നുണ്ട്. വടകരയ്ക്കടുത്തുള്ള മാണിക്കോത്ത് തറവാട്ടിലാണ് ഒതേനൻ ജനിച്ചത്. പുതുപ്പണത്ത് വാഴുന്നവരുടെയും മാണിക്കോത്ത് ഉപ്പാട്ടി അമ്മയുടെയും മകനായിരുന്നു അദ്ദേഹം. കോമപ്പക്കുറുക്ക് എന്നൊരു ജ്യേഷ്ഠനും ഉണ്ണിച്ചാരു എന്നൊരു സഹോദരിയും അദ്ദേഹത്തിനുണ്ടായിരുന്നു. പ്രശസ്ത വീരനായകൻ തച്ചോളി ചന്തു ഒതേനന്റെ അനന്തരവനാണ്. ഒതേനൻ എന്നത് ഉദയനൻ എന്ന പേരിന്റെ ഗ്രാമ്യരൂപമാണെന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട്. ലോകനാർ കാവിലമ്മയുടെ പരമഭക്തനായിരുന്ന ഒതേനൻ കളരിപ്പയറ്റിലെ അഗ്രഗണ്യനാണ്. അശരണരുടെ സംരക്ഷകനായും അനീതിക്കെതിരെ പോരാടുന്ന വീരനായകനായും അദ്ദേഹം വാഴ്ത്തപ്പെടുന്നുണ്ട്. ചെറുപ്പത്തിൽ തന്നെ കളരിപ്പയറ്റിൽ അതീവ താല്പര്യം കാണിച്ചിരുന്ന ഒതേനൻ മതിലൂർ ഗുരുക്കളിൽ നിന്നാണ് അഭ്യാസം പഠിച്ചത്. കണ്ടാച്ചേരി ചാപ്പൻ ഒതേനന്റെ ഉറ്റ സുഹൃത്തും സന്തത സഹചാരിയുമാണ്. കളരിപ്പയറ്റിലെ 18 അടവുകളും വശത്താക്കിയ അദ്ദേഹം ആയുധ പ്രയോഗത്തിൽ നിപുണനാണ്. ലോകനാർക്കാവ് ക്ഷേത്രം ഒതേനന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രധാന സ്ഥലങ്ങളിൽ ഒന്നാണ്. ഒതേനന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പോരാട്ടം കതിരൂർ ഗുരുക്കളുമായുള്ള അംഗമാണ്. തന്റെ ഗുരുവായിരുന്നിട്ടും ധർമ്മത്തിന് നിരക്കാത്ത പ്രവർത്തികളിൽ ചെയ്ത കതിരൂർ ഗുരുക്കളെ പൊന്നിയം 7 കണ്ടത്തിൽ വെച്ച് നടന്ന അംഗത്തിൽ ഒതേനൻ പരാജയപ്പെടുത്തി. കതിരൂർ ഗുരുക്കളെ തോൽപ്പിച്ച ശേഷം തിരിച്ചു വരുമ്പോൾ അങ്കത്തട്ടിൽ മറന്നുവെച്ച തന്റെ ചുരുക്കിയെടുക്കാൻ ഒതേനൻ തിരിച്ചുപോയി. ഈ സമയം ശത്രുക്കൾ ഒളിഞ്ഞിരുന്ന് വെടിവെച്ചതിനെ തുടർന്നാണ് ഒതേനൻ മരിച്ചത്. 32-ാം വയസ്സിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ചതിപ്രയോഗത്തിലൂടെയല്ലാതെ ഒതേനനെ തോൽപ്പിക്കാൻ കഴിയില്ലായിരുന്നു എന്നത് അദ്ദേഹത്തിന്റെ വീരപരിവേഷം വർദ്ധിപ്പിക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഒതേനനുമായി ചേർത്ത് വായിക്കാൻ പറ്റുന്ന ഒരു ഗുണമെങ്കിലും ചൂണ്ടിക്കാണിക്കാനാണ് സോഷ്യൽ മീഡിയയിൽ വരുന്ന കമന്റുകളിലുള്ളത്.